മനുഷ്യനുള്ള കാലത്തോളം തുടങ്ങിയതാണ് സാമ്പത്തിക തട്ടിപ്പുകൾ. മനുഷ്യരെ വളരെ പ്രലോഭനപരമായി കണക്കുകൾ നിരത്തി പല കാര്യങ്ങളും സൂചിപ്പിച്ച് ബോധ്യപ്പെടുത്തിയാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. ഇതിനൊരു നീണ്ട പരമ്പര തന്നെയുണ്ട്. ആട് തേക്ക് മാഞ്ചിയം എന്ന് പറഞ്ഞ സമീപ ഭൂതകാലത്ത് കേട്ടു തുടങ്ങിയ കഥകൾ മുതൽ ഇങ്ങോട്ട് ഹലാലായ ആട് വരെ, പിന്നെ സ്വർണ്ണക്കച്ചവടം വരെ എന്ന് വേണ്ട വ്യത്യസ്തമായ രീതികളിൽ ഈ സംഗതി നടക്കാറുണ്ട്. ഒരു പറമ്പിൽ കുറച്ച് തേക്കും മാഞ്ചിയവും നടുന്നു, അത് കിളിക്കുന്നു, അതിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യത്യാസം, അതിൻ്റെ കണക്കുകൾ, ഇതൊക്കെയാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത്. നല്ലൊരു ശതമാനം ഇത്തരം വലിയ തട്ടിപ്പുകളിലും കുടുങ്ങുന്നത് മലബാറിലുള്ള മനുഷ്യരാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഹൈറിച്ച് തട്ടിപ്പ് വരെ ഉള്ളതിൽ പെട്ടുകിടക്കുന്നത് ഈ പറയുന്ന മേഖലയിലുള്ളവരും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരുമാണ്. മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരുടെ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അവർ വളരെ സാഹസികരാണ്. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇൻഷാ അള്ളായും അതുപോലെ ഹലാലും ഹറാമും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമും ഒക്കെ കേട്ടാൽ പിന്നെ പത്തായത്തിലിരിക്കുന്നത് വരെ കൊണ്ടുവന്ന് കൊടുക്കും. ഈ തട്ടിപ്പിൽ കുടുങ്ങുന്നത് വലിയ ധനാഢ്യർ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഗൾഫാർ മുഹമ്മദ് അലി സാഹിബോ യൂസുഫ് അലി സാഹിബോ തുടങ്ങിയ പോലെയുള്ള ആളുകളല്ല. എന്നാൽ അവരെപ്പോലെ എത്തണമെന്ന് ചെറിയ ആഗ്രഹമുള്ളവരും, പിന്നെ പേരൊക്കെ അങ്ങനെ ആണെങ്കിലും ഒന്നുമാകാത്തവരും, ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ബാങ്കിലിട്ടാൽ പലിശയാവും, വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അങ്ങനെ പോകും ഇങ്ങനെ പോകും, വാർദ്ധക്യത്തിന് വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി ഒപ്പിച്ചു വച്ചിരിക്കുന്നതാണ്, ഇതൊക്കെ അങ്ങോട്ടിട്ടാൽ വളർന്നു വലുതാവും എന്നാണ് ഇവരുടെ ഒരു ചിന്ത. അതിനുതകുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ പദ്ധതികൾ പലതരത്തിൽ അവതരിപ്പിക്കപ്പെടും. ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, 2, 3, 4 ആളുകളൊക്കെ ചേർന്നുള്ള പല പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളും സ്ഥായിയായ ഭാവത്തിൽ ഒരു 50% വരെ തകരാതെ പിടിച്ചു നിൽക്കുന്നവയുണ്ടാവും. എന്നാൽ കൊട്ടിഘോഷിച്ച് വന്നതിൻ്റെയൊക്കെ സ്ഥിതി എന്താണെന്നൊന്ന് പഠിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാവും. ഇപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന്. ഹലാലായ പശുക്കച്ചവടവും പാല് കച്ചവടത്തിൻ്റെയും പുതിയൊരു ക്ലിപ്പ് കാണാനിടയായി. അത് കണ്ടപ്പോൾ ഇതൊക്കെ വെറുതെ ഓർത്തു പോയതാണ്. ആ കണക്കുകളും വളരെ രസകരമായ കണക്കുകളാണ്. നീറ്റ് പരീക്ഷയ്ക്കോ കീമിനോ JEE ടെസ്റ്റിനോ സിവിൽ സർവീസിനോ ഒക്കെ ചോദിക്കാവുന്ന വളരെ മധുരമനോഹരമായ കണക്കുകൾ. അതൊന്ന് കേൾക്കാം നിഷ്പക്ഷ നിലപാടിൽ. ഞാനും ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുകൊണ്ട് കേട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. തുടങ്ങാം. ഇതിനിടയിൽ നമ്മുടെ അജ്മീറിലെ മദ്രസാധ്യാപകനെ കൊന്നതുമായി ബന്ധപ്പെട്ട വളരെ വിചിത്രമായ ഒരു കഥ ഞാൻ അനിൽ ടോക്സിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കൊന്നത് വേറെ ആരുമല്ല, പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ്. കാരണം ലൈംഗികാതിക്രമമാണ്. ഇതാണ് പാല് കച്ചവടത്തിൻ്റെ കണക്ക്. കേട്ടോ. ഈ എയിംസ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ വൈറ്റ് മിൽക്കിന്റെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് 2500 പശുക്കൾ, പിന്നെ 505 ഏക്കർ ലാൻഡ്, 40,000 ലിറ്റർ പ്രോസസ് ചെയ്യുന്ന പ്ലാന്റ്. 40,000. ഈ വരുന്ന 3 സെക്ടറിലാണ് നമ്മൾ ഈ 125 കോടി രൂപ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ 125 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണ് ആളുകൾ പാർട്ട്ണർഷിപ്പ് എടുക്കുന്നത്. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പിന് 1 ലക്ഷം രൂപയാണ്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും പാർട്ട്ണർഷിപ്പ് എടുക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ 40,000 ലിറ്റർ പാലാണ് 2500 പശുക്കളിൽ നിന്ന് വളരെ മിനിമം വേജിൽ നമുക്ക് കിട്ടുന്നത്. കാരണം വളരെ മിനിമം ലെവലിലാണ് നമ്മൾ ഈ പാല് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പശുക്കളൊക്കെ 35 ലിറ്റർ മുതൽ 45 ലിറ്റർ വരെ പാല് കിട്ടാൻ സാധ്യതയുള്ള ഹൈബ്രിഡ് പശുക്കളാണ് നമ്മൾ ഈ ഫാമിൽ വളർത്തല്. മോശപ്പെട്ട പശുക്കളൊന്നും ഫാമിൽ വെക്കൂല. അപ്പൊ ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പളക്കപ്പളെ തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല പശുക്കളാക്കി എടുക്കും. അങ്ങനെ 40,000 ലിറ്റർ പാല് കിട്ടുമ്പോൾ നമ്മൾ 1 ലിറ്റർ പാലിന് ഇപ്പോഴത്തെ പുതിയ വില അനുസരിച്ച് നമ്മൾ 66 രൂപക്കാണ് പാല് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. 66 രൂപക്ക് പാല് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്റർ പാല് പശുവിന് തീറ്റ കൊടുത്ത് മെഡിസിനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഹൈജീനിക്കായി കറന്നെടുത്ത് പ്രോസസ് ചെയ്ത് ബോട്ടിലാക്കി കസ്റ്റമറുടെ കയ്യിൽ എത്തുമ്പോഴേക്ക് 40 രൂപേൻ്റെ എക്സ്പെൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇൻഷാ അല്ലാഹ് 40 രൂപ എക്സ്പെൻസ് വരുമ്പോൾ 40 രൂപയാണ് ഈ പാല് കച്ചവടത്തിൽ എക്സ്പെൻസ് വരുന്നത്. ഇതിനിടയിൽ നിങ്ങൾക്ക് ഈ ക്ഷീരകർഷകൻ എന്ന് പറയുന്ന പാല് കച്ചവടക്കാരനോട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കണക്കും ഇതിൻ്റെ ഒരു അധ്വാനവും ഇത്തരം കാര്യങ്ങളുമൊക്കെ നോക്കിയാൽ നമുക്ക് നന്നായി മനസ്സിലാവുന്നതാണ്. ആദ്യം പറഞ്ഞ ഏക്കർ സ്ഥലം, 40,000 ലിറ്റർ പാല്, പിന്നെ ഇത്രയും 125 കോടി രൂപ. അത്രയും കോടി രൂപയുടെ ഒരു മുതലാളിയാവുകയാണ് നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ടാൽ. ബാക്കിയും കൂടെ കേട്ടോളൂ.
നോക്കുമ്പോൾ നമുക്ക് 26 രൂപയാണ് ഇൻഷാ അല്ലാ നമുക്ക് ലാഭം കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പൊ 26 രൂപ വെച്ചിട്ട് നമ്മൾ 40,000 ലിറ്റർ കണക്ക് കൂട്ടുമ്പോൾ 10,40,000 രൂപയാണ് നമുക്കൊരു ദിവസത്തെ പാലിന്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ദിവസത്തെ പാലിന്റെ വില കണക്കൂട്ടിയിട്ട് അതിന് 30 ദിവസം കൊണ്ട് ഗുണിക്കുമ്പോൾ ഏകദേശം നമുക്ക് 3,12,00,000 രൂപയാണ് ഒരു മാസത്തിൽ കിട്ടാവുന്ന വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വരുമാനത്തിൽ നിന്ന് നമ്മൾ 26% നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്ന് 26% നമ്മൾ കമ്പനിയുടെ മാനേജ്മെന്റ് ഗ്രൂപ്പിന് കട്ടായി പോയി. ബാലൻസ് വരുന്ന അതായത് 74% നമ്മൾ എന്ത് ചെയ്യല്, നമ്മൾ പാർട്ട്നേഴ്സിന് നമ്മളടക്കം ഇൻവെസ്റ്റ് ചെയ്ത പാർട്ട്ണർമാർക്ക് ഡിവൈഡ് ചെയ്യാനുണ്ടാവുന്ന സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏകദേശം 2,30,88,000 രൂപയാണ് ഉണ്ടാവുക. 2,30,88,000 രൂപ ഡിവൈഡ് ബൈ 125 കോടിയാക്കി അതിനെ വീണ്ടും ഡിവൈഡ് 1,00,000 ആക്കുമ്പോൾ ഏകദേശം 1,847 രൂപയാണ് നമുക്കൊരു മാസം കിട്ടാൻ സാധ്യതയുള്ള പൈസ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സംഖ്യ ഇത്ര മാസം തരാ എന്ന് പറഞ്ഞിട്ട് ഒരാളെടുത്ത് നമ്മൾ ഈ ദിവസം വരെ നമ്മൾ ഇതിന് പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടില്ല. ഇത് 100% ഇസ്ലാമിക രീതിയിലാണ്. എത്രയാണോ കിട്ടുന്നത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വരുമാനമേ ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും അതായത് 2024 2025 വർഷങ്ങളിലും 25ാമത്തെ വർഷങ്ങളിലും ഈ ഒരു വരുമാനം തന്നെ കിട്ടുള്ളൂ. കാരണം വേറെ പശുക്കളൊന്നും അതിൽ ആഡ് ചെയ്യാത്തത് കൊണ്ടും ഈ നിലവിലുള്ള പശുക്കൾ ഇൻക്രീസ് ആവാത്തത് കൊണ്ടും ഈ വരുമാനം നിലനിൽക്കും. 24ാമത്തെ മാസം ആദ്യത്തെ പ്രസവത്തിലുള്ള കുഞ്ഞുങ്ങൾ എന്താവും, ഈ അമ്മ പശുക്കളോട് ഒരുമിച്ച് പ്രസവിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 5,000 പശുക്കളായിരിക്കും. 2,500 പശുവും പ്രസവിക്കുമ്പോൾ 5,000 പശുക്കൾ നമ്മൾ കിട്ടുമ്പോൾ നേരത്തെ നമ്മൾ 2,500 പശുവിൽ നിന്ന് കിട്ടിയ 40,000 ലിറ്റർ പാലല്ല 24ാമത്തെ മാസം തൊട്ട് നമുക്ക് കിട്ടില്ലേ. കാരണം 5,000 പശുക്കളാവുമ്പോൾ 40,000 ഇരട്ടിയാവും നമുക്ക് കിട്ടില്ല. അതായത് 80,000 ലിറ്റർ. പക്ഷേ എല്ലാ പശുവും പ്രസവിക്കുന്നത് പെൺപശുക്കളെ ആയിരിക്കണം. ഞങ്ങളുടെ ഇവിടെയൊക്കെ കുമ്പൻ എന്ന് പറയുന്ന ആൺപശുക്കളെ പ്രസവിച്ചാൽ ഇത് കിട്ടൂല. പക്ഷേ അങ്ങനെ അതല്ല, ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടായതുകൊണ്ട് 25,000 പശുവും പ്രസവിക്കുന്നത് 25,000 പെൺപശുക്കളെ തന്നെ ആയിരിക്കും. ബാക്കി പാലാണ് നമുക്ക് കിട്ടുന്നത്. 10,000 ലിറ്റർ പാല് കിട്ടുമ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ പറയില്ല 1,847 രൂപയാണ് ഏകദേശം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ ഇരട്ടിയായിരിക്കും ഇൻഷാ അല്ലാഹ് 24ാമത്തെ മാസം 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താക്കാൻ കിട്ടല്. നമ്മൾ അതിന്റെ ഇരട്ടിയാവുന്ന എങ്ങനെയാണെന്നറിയാമോ? ഈ പ്രസവിച്ച പശുക്കൾ 5,000 ആയില്ലേ, 2,500 പശുക്കൾ 1-ാം വർഷം മുതൽ തന്നെ പാല് ചുരത്തി തുടങ്ങും. അതുകൊണ്ടാണല്ലോ ഈ പാല് 40,000 ലിറ്റർ പാല് 80,000 ആകുന്നതിൻ്റെ കാരണം. ഇതൊരു പ്രത്യേകതരം പ്രസവമാണ്. പ്രസവിക്കുന്നത് തന്നെ പ്രായപൂർത്തിയായി പാല് കറക്കത്തക്ക നിലയിലാണ്. എല്ലാം പെൺപശുക്കളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പാല് കിട്ടും. 24ാമത്തെ മാസം ആകുമ്പോൾ ഇത് 80,000 ആവും. ഒരു കാര്യം എന്താ വെച്ചാല് ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞു 2,500 പശുക്കളും 505 ഏക്കർ ലാൻഡും 40,000 യൂണിറ്റ് പ്രോസസ് നമ്മളുടെ 125 കോടിക്ക് വാങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം എന്താ, ഇപ്പൊ നമ്മളുടെ കയ്യിൽ 5,000 പശുക്കളുണ്ട്, 80,000 ലിറ്റർ പാലുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് 40,000 ലിറ്റർ പ്രോസസ് ചെയ്യുന്ന യൂണിറ്റ് മതിയാവൂല, നമുക്ക് 80,000 ലിറ്റർ പ്രോസസ് ചെയ്യുന്ന യൂണിറ്റ്. അപ്പൊ നമ്മളത് എക്സ്പാൻഷൻ ആക്കും, അത് ഡബിൾ ആക്കും. ലാൻഡ് നമ്മൾ 2,500 പശുക്കൾക്ക് ലാൻഡ് മതിയാവൂല, 505 ഏക്കർ മതിയാവൂല 5,000 പശുക്കൾക്ക്. അപ്പൊ നമ്മൾ അതെന്താവും, അതും ഡബിൾ ആവും. അപ്പൊ പശുക്കൾ 5,000 പശുക്കളായി, ലാൻഡ് ഡബിളായി, പ്ലാന്റും ഡബിളായി. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ ആസ്തി സ്വാഭാവികമായിട്ട് എന്താവും, 125 കോടി എന്നുള്ളത് 250 കോടിയിലേക്ക് റീച്ച് ചെയ്യും. 250 കോടിയിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ 125 കോടിയിലാണ് 1,00,000 മുടക്കിയത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് 2,00,000-ലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. ആ 2,00,000-ത്തിനാണ് നമ്മൾ 2,00,000-ത്തിനാണ് നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ 1,847 രൂപ ഡബിൾ ആവുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 3ാമത്തെ വർഷം തൊട്ട് നമുക്ക് 2,00,000 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. 3,694 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ എല്ലാ വർഷത്തിലും നമ്മൾ പശുക്കൾ പ്രസവിക്കും. അതായത് അങ്ങനെ പ്രസവിക്കുമ്പോൾ നമുക്ക് 4ാമത്തെ വർഷം നമ്മളെ കയ്യിൽ 7,500 പശുക്കളാവും, നമ്മുടെ കയ്യിൽ 1,20,000 ലിറ്റർ പാലാവും. അതിനനുസരിച്ചുള്ള പ്ലാന്റും അതിനനുസരിച്ചുള്ള ലാൻഡും ഉണ്ടാവും. 5ാമത്തെ വർഷം നമ്മളെടുത്ത് 12,500 പശുക്കളായിരിക്കും. അപ്പൊ നമ്മളെ കയ്യിൽ 2,00,000 ലിറ്റർ പാലാണ്. അപ്പൊ നമ്മൾ ലാൻഡും വർദ്ധിപ്പിക്കേണ്ടി വരും, പ്ലാന്റും വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഏകദേശം 5 ഇരട്ടിയോളം വലുതാവും. 6ാമത്തെ വർഷം ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ 20,000 പശുക്കളും
4 ലക്ഷം ലിറ്റർ പാല് ഓരോ വർഷം വീതം പാല് ആദ്യമായി പ്രോസസ് ചെയ്യാനുള്ള പ്ലാന്റും ആ പശുക്കൾക്ക് ആവശ്യമായ ലാൻഡും നമ്മൾ വർദ്ധിപ്പിക്കും. അങ്ങനെ 6ാമത്തെ വർഷം നമ്മൾ എത്തുമ്പോൾ ഏകദേശം നമ്മൾ കേരളം മൊത്തം 40,000 ലിറ്ററിൽ നിന്ന് 4 ലക്ഷം ലിറ്ററിലേക്ക് പാലിലേക്ക് എത്തുമ്പോൾ 20,000 പശുക്കളും 32,500 കുഞ്ഞുങ്ങളും ആകുമ്പോൾ നമ്മൾ ഈ പ്ലാന്റിന്റെ അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 ഇരട്ടിയോളം വർധനമുണ്ടാകും. അപ്പൊ ഈ 125 കോടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 6ാമത്തെ വർഷം അയാൾക്ക് എത്തുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയിലേക്ക് അയാളുടെ പണം ഇൻക്രീസ് ആവുകയും 18,470 രൂപ മന്ത്ലി കിട്ടുന്ന ലെവലിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. അതാണ് ഇതിന്റെ യാത്ര എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഒരാളോടും ഞങ്ങൾ ഇത്ര എമൗണ്ട് തരാം എന്ന് ഓഫർ ചെയ്തിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള അതിന്റെ ഒരു യാത്രയാണ്. നമ്മള് അതായത് 7ാമത്തെ വർഷവും 8ാമത്തെ വർഷവും 9ാമത്തെ വർഷവും കഴിഞ്ഞ് 10ാമത്തെ വർഷത്തിലേക്ക് ഇൻഷാ അല്ലാഹ് തൗഫീഖോട് കൂടി നമ്മൾ കടക്കുമ്പോൾ നമ്മളെ ഈ ഫാമില് 4ഉം 5ഉം 6ഉം 7ഉം സ്ഥലത്തായിക്കൊണ്ട് ഏകദേശം 1 ലക്ഷം പശുക്കൾ ഉണ്ടാവും. 1 ലക്ഷം പശുക്കൾ ഉണ്ടാവുമ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖോട് കൂടിയിട്ട് 20 ലക്ഷം ലിറ്റർ പാലിലേക്കാണ് നമ്മൾ റീച്ച് ചെയ്യല്. 20 ലക്ഷം ലിറ്ററിലേക്ക് പാൽ റീച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപക്കാരുടെ വരുമാനം എന്ന് പറഞ്ഞാല് 50 ഇരട്ടി വലുതാവും ഇൻഷാ അല്ലാഹ്. അതേപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം ഒരു 40 ഇരട്ടിയോളം വലുതാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഞങ്ങളൊരു ഓഫറായിട്ട് പറയുന്നില്ല. നമുക്ക് അവിടെ എത്താൻ സാധിച്ചാൽ അത് സാധിക്കാൻ വളരെ ഈസിയാണ്. കാരണം ന്യൂസിലാൻഡ്, നെതർലാൻഡ്, അതേപോലെ തന്നെ ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതിനേക്കാൾ വലിയ വളർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് സാധിക്കും ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖോട് കൂടിയിട്ട്. അപ്പൊ എല്ലാവരും ദുആ ചെയ്യണം, എല്ലാവരും ഇതിൽ പാർട്ട്ണർഷിപ്പ് എടുക്കണം. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ടോക്കാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ കൂട്ടിയില്ല. 1 ലക്ഷം പശുവിൻ്റെ ചാണകം എത്ര വരുമെന്നുള്ളത് കൂട്ടിയില്ല, ഗോമൂത്രവും കൂട്ടിയില്ല. ചാണകത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. ഇത്രയും പശുക്കൾ ചാണകം ഇടാൻ തുടങ്ങിയാൽ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് 505 ഏക്കർ വാങ്ങിച്ചത്, അവിടെ മുഴുവൻ ഭയങ്കര സ്മെല്ലായിരിക്കും. ഗോമൂത്രമാണെങ്കിൽ മുട്ടൻ ടാങ്കർ ലോറിയിലും ടോറസ് ലോറിയിലും നമുക്ക് അടിച്ച് പതാഞ്ജലിയുടെ മറ്റേ ശ്വാസം പിടിക്കുന്ന സ്വാമിയുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ബാബാ രാംദേവ്, അദ്ദേഹത്തിന് നമുക്ക് കൊണ്ട് കൊടുക്കാം. ഗോമൂത്രമൊക്കെ അദ്ദേഹം ടോണിക്കുകളാക്കി യഥേഷ്ടം വിൽക്കുകയും ചെയ്യും. ചാണകം മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. അടിപൊളിയാണ് ഈ സ്കീം. ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഉണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ പണ്ട് പറഞ്ഞൊരു കഥയാണ്. ദേ പിന്നെയും വരുന്ന അടിയൊള്ളിപ്പിക്കാനെന്ന് പറയുന്നൊരു കഥയുണ്ടല്ലോ, ആ കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഈ ആട്, തേക്ക്, മാഞ്ചിയം മുതൽ ഹൈറിച്ച് വരെയുള്ള സ്ഥലങ്ങളിൽ ഈ കാശ് കൊണ്ട് വെള്ളത്തിൽ ഒഴുക്കിയതിൽ നല്ലൊരു ശതമാനവും ഹലാലായ വരുമാനത്തിന് വേണ്ടിയുള്ള അൽ ഉമ്മത്തുൽ ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്ന അൽ ഉമ്മയുടേതായതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തും കുടുങ്ങാൻ പോകുന്നത് മലബാറിലുള്ള അൽ ഉമ്മത്തുൽ സാലിഹാത്ത് ആയിരിക്കും. ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ മാധ്യമപ്രവർത്തകന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അയച്ചു തന്ന കഥയൊന്ന് വായിക്കാം. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം. ഒരിക്കൽ ഒരു ശ്രാദ്ധമുണ്ണാൻ പോയ ഒരു സാധു ബ്രാഹ്മണന് അവിടെ നിന്നും ഒരു മൺകലം നിറയെ മലർപ്പൊടി കിട്ടി. അതും തലയിൽ വെച്ചുകൊണ്ട് തൻ്റെ വടിയും കുത്തി അയാൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയെ അയാൾ ആലോചിച്ചു, ഈ മലർപ്പൊടി ഞാൻ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് ആ കാശ് കൊടുത്ത് നല്ല ഒരാടിനെ വാങ്ങും. ആ ആടിന് ധാരാളം പാൽ കിട്ടും. ആ പാൽ വിറ്റ് കിട്ടുന്ന പണം സൂക്ഷിച്ചു വെച്ച് ഒരു വലിയ കറവ പശുവിനെ വാങ്ങും. പശുവിന് കൂടുതൽ പാൽ കിട്ടും, നല്ല വിലയും കിട്ടും. പാലും ചാണകവും വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കൂടുതൽ പശുവിനെ വാങ്ങും. അവയിൽ നിന്നെല്ലാം കിട്ടുന്ന പാൽ വിറ്റാൽ വീട് പുതുക്കി പണിയാം. മാത്രമല്ല കുറച്ചു കാലം കൊണ്ടൊരു നെൽപ്പാടം വാങ്ങി നെൽകൃഷി നടത്തും. അപ്പോഴേക്കും ഒരു വിവാഹം കഴിക്കും. അതോടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ആളാകും. അങ്ങനെ പിന്നെ ഭാര്യ ഒരു മിടുക്കൻ ഉണ്ണിയെ പ്രസവിക്കും. ഉണ്ണി നല്ല സമൃദ്ധനായി വളരും. അതിനിടയിൽ ചിലപ്പോൾ അവൻ മുലപ്പാലിനു വേണ്ടി വിശന്ന് കരയുന്നത് ഭാര്യ പണിത്തിരക്കിൽ കേൾക്കാതാവും. ഉണ്ണിയുടെ കരച്ചിൽ കേട്ടാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ വടിയെടുത്ത് ഭാര്യയെ നല്ല തല്ല് തല്ലും. ഇതും പറഞ്ഞ് അയാൾ തൻ്റെ കയ്യിലുള്ള വടി അറിയാതെ എടുത്ത് ആഞ്ഞടിച്ചു. ആ അടി കൃത്യമായി കൊണ്ടത് തലയിലുള്ള മൺകലത്തിലായിരുന്നു. കലം പൊട്ടി മലർപ്പൊടി അയാളുടെ ദേഹത്തും നിലത്തും വീണു. മതിയല്ലോ, അടിപൊളിയല്ലേ? അപ്പോൾ ഇനി എല്ലാവരും ഹലാലായ ഇൻഷാ അല്ലാഹ് ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാവുക. ആട് അതുപോലെയുള്ള ഹലാലായ ഫാമുകൾക്ക് ശേഷമാണ് പശുവും പാലും ചാണകവും ഗോമൂത്രവും.